ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എവിടെ പോകുന്നല്ലേ. ഇന്ന് എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമുണ്ട്. സാരി ഉടുക്കാൻ ഒട്ടും അറിയാത്തതുകൊണ്ട് നമ്മൾ കുന്നുംകൈയിലെ ഒരു ബ്യൂട്ടീഷ്യൻ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. സാരി അവിടെ 2 ദിവസം മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പ്ലീറ്റെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി സാരി എടുക്കണം. നമുക്ക് 3 ആൾക്കും സാരി എടുക്കണം, എനിക്കും അനിയത്തിക്കും അമ്മക്കും. പക്ഷെ നമ്മളവിടെ എത്തിയത് തന്നെ 8 മണിയായിരുന്നു. നിമോശി എണീക്കാൻ കുറേ വൈകിട്ടുണ്ടായിന്. അവർ നേരത്തെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. കാരണം ഏകദേശം 1 മണിക്കൂർ തന്നെ ഒരാൾക്ക് സാരി ഉടുക്കും. പിന്നെ സാരീൻ്റെ ABCD എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് കുറച്ചധികം ടൈം എടുത്തു പോയി ഗൈസ്. അപ്പോൾ കല്യാണത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് കുറേ ലേറ്റ് ആയിട്ടുണ്ടായിന്. നമ്മൊരു 10 മണിക്കുള്ളിലെങ്കിലും കല്യാണ പെണ്ണിൻ്റെ വീട്ടിലെത്തണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമുക്ക് ഓൺ ടൈം എത്താൻ പറ്റിയില്ല. നമ്മൾ കുറേ ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഏകദേശം ഒരു 11 മണീൻ്റെ അടുത്തായിപ്പോയി. നമ്മൾ പോകുമ്പോഴേക്ക് പെണ്ണെല്ലാം ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം, തിമിരി ബാങ്ക് ഓഡിറ്റോറിയം കേട്ടോ. ചെറുവത്തൂരാണ് ഈ സംഭവം. അടിപൊളി നല്ല വലിയ ഓഡിറ്റോറിയമാണ് കേട്ടോ. അപ്പം എനിക്ക് ഓഡിറ്റോറിയത്തിൻ്റെ വാദ്യങ്ങളുണ്ടായി. ചെണ്ട, മറ്റേ നമ്മുടെ പീപ്പിൾ ഇവരെല്ലാം ഈ നാദസ്വരത്തിൽ അവരുണ്ടായിരുന്നിട്ട് അവരെ വേറെ തന്നെ ആക്കിയതാണ്. അവർ വേറെ തന്നെ പൈസ കൊടുത്താക്കുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ അവർ വന്ന് ചെയ്യുന്നതാണ്. അപ്പം അവരെല്ലാം അടിപൊളിയായിട്ട് നല്ല നാദസ്വര ടീമിൽ നല്ല ഇതെല്ലാം. പിന്നെ പെണ്ണിനെ കൊണ്ടുവരുന്നതാണ് കല്യാണത്തിന്. അപ്പം നല്ല ആൾക്കാരിലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെക്കൻ്റെ വീട് കുറച്ച് ദൂരമാണ്. നമ്മുടെ കോഴിക്കോട് പേരാമ്പ്രക്കപ്പുറത്താണ് ചെക്കൻ്റെ വീട്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് അവർക്ക് ഇന്ന് തന്നെ പോകണം. വൈകുന്നേരം ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വീട്ടിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുള്ള ഇത് കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ അനിയത്തി മറ്റേ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ പെണ്ണിൻ്റെ കൂടെ പന്തലിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഏകദേശം കല്യാണം സെറ്റാവാനായി. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. എനിക്ക് ഈ കല്യാണത്തിൻ്റെ ഈ മണ്ഡപത്തിൻ്റെ തീം ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പൂക്കളെ കൊണ്ട് അലങ്കരിച്ചതും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് വലിയ നമ്മൾ ഓഡിറ്റോറിയം ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത ഓഡിറ്റോറിയമാണ്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ നാദസ്വരക്കാരെ സംഭവം പറയാനില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവരെ വായനയും മറ്റേ പീപ്പിൾ കളിക്കലെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം കല്യാണം തുടങ്ങലായിട്ടാണ്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. സദ്യയിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ കല്യാണത്തിൻ്റെ. ഇതാണ് കല്യാണ പെണ്ണും ചെക്കനും. ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് നമുക്ക് സദ്യ ഉണ്ണാൻ പോകുന്നത്. നമ്മൾ അതിൽ തന്നെ സദ്യ ഉണ്ണാൻ പോകുന്നത് ശരിയല്ലല്ലോ. കാരണം നമ്മളെ റിലേറ്റീവ് ആണല്ലോ. അപ്പം ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ മലബാറുകാരെ നമ്മളെ നാട്ടിലെ കല്യാണ ചടങ്ങിൽ ഇങ്ങനെയാണ്. പക്ഷേ ഇതിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. നിങ്ങളെ കല്യാണ ചടങ്ങ് ഓരോ സ്ഥലങ്ങളിൽ ഓരോ കല്യാണ ചടങ്ങ് വ്യത്യസ്തമാണല്ലോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ചടങ്ങാണ്. പിന്നെ നമ്മളെ നാട്ടിലത്തെ സദ്യ ഉണ്ടെന്നത് വലിയ ഇതൊന്നുമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് തെക്കോട്ടെല്ലാം അങ്ങോട്ട് അവർക്ക് കറിയെല്ലാം വളമുന്നതിന് പ്രത്യേക രീതിയുണ്ട്. അത് ഒന്ന് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അവിടെ പ്രശ്നമാണെന്നല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ സദ്യയുടെ കാര്യമല്ല. നമ്മൾ സദ്യ ഉണ്ടാൻ പോയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. 3 തരത്തിൽ തന്നെ അച്ചാറുണ്ടായി, 2 തരത്തിലുള്ള പച്ചടി ഉണ്ടായി, 2 തരത്തിൽ ഉപ്പേരി ഉണ്ടായി, പുളിയിഞ്ചി ഉണ്ടായി, ശർക്കര ഉപ്പേരി, ചിപ്സും ഉണ്ടായി. പിന്നെ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ പച്ചടി ഉണ്ടായി, ഓലന ഉണ്ടായി, കാളൻ ഉണ്ടായി, അവിയലുണ്ടായി, കൂട്ടുകാരുണ്ടായി. പിന്നെ പതിയിലും വ്യത്യസ്തമായി നമുക്കങ്ങനെ പരിപ്പ് നെയ്യ് കൂട്ടി ആദ്യം ചോറുന്നതിനും ഉണ്ടായില്ല. പക്ഷേ ഈ കല്യാണത്തിന് ചോറ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഫസ്റ്റ് വന്നത് പരിപ്പും നെയ്യുമാണ്. പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത സാമ്പാറാണ്. അതിൻ്റെ കൂടെ തന്നെ സാമ്പാറും ഉണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറുണ്ടായി. പിന്നെ കാളനും ഉണ്ടായി കേട്ടോ, പുളിശ്ശേരി. ഇതെല്ലാം ഓരോരോ ട്രിപ്പായിട്ടല്ല, നമുക്ക് ഒരുമിച്ച് തന്നെയാണ് തന്നിട്ടുള്ളത്. ഈ പരിപ്പും നെയ്യും നമ്മൾ എല്ലാ സദ്യക്കൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ പറയുന്നതാണ്. പിന്നെ പപ്പടം വന്നു. പിന്നെ 2 തരത്തിലുള്ള പായസം ഉണ്ടായിന് കേട്ടോ. നമ്മളെ പ്രഥമനും ഉണ്ടായിന്, പാൽപ്പായസം ഉണ്ടായിന്. പായസം എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ ഹോളിഗ ഉണ്ടായിട്ടുണ്ടായിന്. ഹോളിഗ ഒന്നും നമ്മളെ നാട്ടിലെ സദ്യക്ക് അങ്ങനെ
കിട്ടാത്തതാണ്. പക്ഷെ ഈ സദ്യക്ക് എന്തോ ഹോളിക ഉണ്ടായിന്, പിന്നെ രസവും മോരും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എല്ലാം കൂട്ടി ചോറ് സദ്യ കഴിച്ചു കേട്ടോ, അടിപൊളി സദ്യ കഴിച്ചു. ഇനി പിന്നെ ഞാൻ ആ ചോറൊന്ന് സൈഡാക്കിയിട്ട് നമ്മൾ പായസം ട്രൈ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ഹോളിക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സദ്യക്കൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇങ്ങനെ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ട് തിന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഹോളികയൊന്നും ഇഷ്ടമായിട്ടില്ല. ഹോളികയും അത് കഴിക്കാൻ എനിക്കൊരു രസം തോന്നിയില്ല. ഇനി അങ്ങോട്ടേലെ സദ്യൻ്റെ ഹോളിക എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് സദ്യ ഒന്നും ഇത്രയും കഴിച്ചിട്ടില്ല. അപ്പോൾ ഹോളിക ഞാൻ ആദ്യം പാൽപ്പായസം വെച്ച് കഴിച്ചു നോക്കി, അത്ര ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ പ്രഥമന് വെച്ച് കഴിച്ചു നോക്കി, എനിക്കത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പൂവാണ്. അത് കുറച്ച് ഇങ്ങനെ നട്ടാൽ നന്നാവും നോക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഈ പെണ്ണും ചെക്കനിൽ പോകുന്ന സമയമാണ് കേട്ടോ. അവരെല്ലാം ചെക്കൻ്റെ വീട്ടിലേക്ക് പോവേന്ന്. അപ്പോൾ അവരെല്ലാം പോയതിന് ശേഷം ഞാനും അച്ഛനും അനിയത്തിയും കുഞ്ഞിമൂശലും കൂടി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം ഓഡിറ്റോറിയത്തിന് പുറത്തുനിന്ന് എടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ, പിന്നെ അനിയത്തി. അപ്പോൾ നമ്മൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ വണ്ടി വരുന്നവരെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചാനലിലേക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ.